ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെയുള്ള ഏതൊരു ഭീകരാക്രമണത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്ന ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തീവ്രവാദവും ചർച്ചകളും ഒരുമിച്ച് മുന്നോട്ടു പോകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കൊച്ചി തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് ആദ്യ പ്ലേ ഓഫിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് ബാറ്റിംഗ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. കവി സമ്മേളനം, ഇന്ത്യയിലെ സ്ത്രീവാദ സാഹിത്യം, ആഗോളതലത്തിൽ ഇന്ത്യൻ സാഹിത്യത്തിന്റെ പുതിയ ദിശകൾ എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികൾക്ക് 2 ദിവസത്തെ സമ്മേളനം വേദിയാകും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ചാണ് രാഷ്ട്രപതി ഭവൻ സാഹിത്യ സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നത്. ബീഹാറിലെ പട്ന ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 1410 കോടി രൂപയിലധികം ചെലവ് വരുന്ന ബിഹ്ത വിമാനത്താവളത്തിന്റെ പുതിയ സിവിൽ എൻക്ലേവിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. പശ്ചിമബംഗാൾ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ബീഹാറിലെത്തിയത്. രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ഭീകരാക്രമണത്തിനും എതിരാളികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. अब भारत ने दुनिया को बता दिया है, भारत अब आतंकी हमला हुआ, भारत पर आतंकी हमला हुआ तो दुश्मन को उसकी बड़ी कीमत चुकानी पड़ेगी. പശ്ചിമബംഗാളിൽ 1017 കോടി രൂപയുടെ നഗര പാചകവാതക വിതരണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. റോഹ്താസ് ജില്ലയിലെ ബിക്രംഗഞ്ച് അദ്ദേഹം നാളെ സന്ദർശിക്കും. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നതിനായി നിയോഗിച്ച സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം വിജയകരമായി തുടരുന്നു. കോൺഗ്രസ് MP ശശി തരൂർ, BJP MPമാരായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, JDU അംഗം സഞ്ജയ് കുമാർ ഝാ, DMK MP കനിമൊഴി കരുണാനിധി, NCPയിലെ സുപ്രിയ സുലെ, ശിവസേന അംഗം ശ്രീകാന്ത് ഷിൻഡെ തുടങ്ങിയവരാണ് വിവിധ പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്നത്. പാകിസ്ഥാനുമായി ഇന്ത്യയുടേത് ഉഭയകക്ഷി ഇടപെടലായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് ഇന്ത്യ ലഭ്യമാക്കിയ പട്ടിക പ്രകാരമുള്ള ഭീകരരെ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറേണ്ടതുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. इंडस वाटर ट्रीटी का सवाल है कि जब तक पाकिस्तान विश्वसनीय तरीके से अपना जो गतिविधि है आतंकवाद को बढ़ावा देने का, उसको जब तक नहीं खत्म करेगा तब तक ये संधि जो है अबेयंस में यानी कि स्थगित रहेगा. जैसा कि हमारे प्रधानमंत्री ने कहा अपने वक्तव्य में, और उसको मैं दोहराना चाहूंगा कि आतंकवाद और बातचीत दोनों साथ में नहीं चल सकता, आतंकवाद और व्यापार साथ में नहीं चल सकता, और पानी और खून दोनों साथ में नहीं बह सकता. ദേശീയ സുരക്ഷയിൽ മേക്ക് ഇൻ ഇന്ത്യ അനിവാര്യ ഘടകമാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതേസമയം രാജ്യത്തെ ഏകദേശം 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു. ന്യൂസിലൻഡ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ വിൻസ്റ്റൺ പീറ്റേഴ്സ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കേന്ദ്രമന്ത്രി JP നഡ്ഡ എന്നിവരുമായി ന്യൂസിലൻഡ് ഉപപ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ സാമ്പത്തിക വർഷം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ നിലനിർത്തുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗാർഹിക ഉപഭോഗത്തിലെ വർധന, ശക്തമായ ബാങ്ക് കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റുകൾ, തുടർച്ചയായ പൊതുമൂലധന ചെലവ് എന്നിവയാണ് വളർച്ചയെ നയിക്കുന്നതെന്ന് RBIയുടെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. പണപ്പെരുപ്പം കുറയുമെന്നും ഉൽപാദനത്തിലെയും നിർമ്മാണ മേഖലയിലെയും വർധന തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രസാർ ഭാരതി ഷെയർഡ് ഓഡിയോ വിഷ്വൽസ് ഫോർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിസമിനേഷൻ PB ശബ്ദ് ലഭ്യമാക്കുന്ന സൌജന്യ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാൻ യൂട്യൂബർമാരെയും പോഡ്കാസ്റ്റർമാരെയും വീഡിയോ എഡിറ്റർമാരെയും ക്ഷണിച്ചു.
പകർപ്പവകാശ രഹിതവും ആധികാരികവും സുരക്ഷിതവുമായ ഉള്ളടക്കം PB ശബ്ദ് ലഭ്യമാക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 60 എഡിറ്റ് ഡെസ്കുകളുടെ പിന്തുണയോടെ 1500-ലധികം റിപ്പോർട്ടർമാർ, കറസ്പോണ്ടന്റുമാർ, സ്ട്രിംഗർമാർ എന്നിവരുടെ ശക്തമായ ശൃംഖല ശബ്ദിനുണ്ട്. രാജ്യത്തുടനീളമുള്ള വാർത്താ പോർട്ടലുകൾക്ക് ശബ്ദ് വഴി ദൂരദർശന്റെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും ശേഖരം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. നദീതീരത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ആലപ്പുഴയിൽ കുട്ടനാട് താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. കനത്ത മഴയിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്നും മരം വീണും സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് വർക്കലയിലും ഇന്റർസിറ്റി മുരുക്കുംപുഴയിലും, കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കഴക്കൂട്ടത്തും, വഞ്ചിനാട് കഴക്കൂട്ടം ഔട്ടറിലും, തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ കൊച്ചുവേളിയിലും 1 മണിക്കൂറിലേറെയായി പിടിച്ചിട്ടിരിക്കുകയാണ്. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് കൊച്ചി തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു. കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഏകദേശം 20 നോട്ടിക്കൽ മൈൽ പ്രദേശം ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണമെന്നാണ് ഇപ്പോഴുള്ള നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത്. ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ ക്വാളിഫയറിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെ നടക്കുന്ന മത്സരത്തിൽ 3ാം സ്ഥാനത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഇന്തോനേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയത്. സ്കോർ 19-21, 21-16, 21-19. നാഷണൽ ആയുഷ് മിഷൻ, സ്റ്റേറ്റ് മിഷൻ, സംസ്ഥാന സർക്കാർ എന്നിവയുടെ നേതൃത്വത്തിൽ NABH അംഗീകാരം നേടിയ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്ത ആയുഷ് വെൽനസ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാധ്യമപ്രവർത്തകരും ആയുഷ് മിഷൻ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. നേമത്തെയും ആറ്റിപ്രയിലെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി, വലിയവിള സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. കേന്ദ്രങ്ങളിലെ സൌകര്യങ്ങളും വിവിധ സേവനങ്ങളും ഡോക്ടർമാർ വിശദീകരിച്ചു. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കൽപ് അഭിയാന് കേരളത്തിൽ തുടക്കമായി. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട് ജില്ലാതല പരിപാടിയിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ജൂൺ 12 വരെയാണ് ക്യാമ്പയിൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമാക്കാനൊരുങ്ങി രാഷ്ട്രീയ കക്ഷികൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെ PV അൻവർ രംഗത്ത് വന്നെങ്കിലും വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസ് തീരുമാനം. LDF നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. അതേസമയം NDAയുടെ നിലമ്പൂർ സീറ്റ് BDJSന് നൽകുമെന്നാണ് വിവരം. BDJS സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയിൽ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ ജമ്മു കാശ്മീരിലുടനീളം 581 കമ്പനി സൈനികരെ വിന്യസിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കെതിരെയുള്ള ഏതൊരു ഭീകരാക്രമണത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്ന ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തീവ്രവാദവും ചർച്ചകളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കൊച്ചി തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു.
IPL ക്രിക്കറ്റ് ആദ്യ പ്ലേ ഓഫിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് ബാറ്റിംഗ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.